ഈ 65 വയസ്സിൽ അങ്ങനെ വരിക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഒരു ഗൗൺ, ഈ ഏജിൽ ഞാൻ എവിടെയെങ്കിലും ഗൗൺ ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. മേക്കപ്പും ഇട്ട് നല്ല ഡ്രസ്സ് ഇട്ട് മിനുങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ആ സ്പോട്ട് ലൈറ്റിൽ ഇങ്ങോട്ട് വരിക. ഇറ്റ് വാസ് സോ ലൈക്ക് ഐ എം വാക്കിംഗ് ടു ഹെവൻ. 65 വയസ്സാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആൾക്കെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേരള റെപ്രസെന്റ് ചെയ്ത് ഐ വാസ് ദ only one person, one and only ആയിരുന്നു ഫ്രം കേരള. അപ്പം ഞാൻ അവിടേക്ക് എത്തി നോക്കിയപ്പോൾ മൈ ഗോഡ്, എൻ്റെ എല്ലാ എനർജിയും പോയി. ശരിക്കും പറയാം, അവിടെ ഇത്രയും ഈ 50 കഴിഞ്ഞിട്ടുള്ള ലേഡീസ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ ബട്ടർ റോൾസ് ആണ്, എല്ലാം ഇങ്ങനെ നിൽക്കുക, ട്യൂബിലിട്ട് ഇട്ടമാതിരി ഓരോ പെണ്ണുങ്ങളും. ഞാനിങ്ങനെ അമ്മേ ഈ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ കയറി പോയല്ലോ എന്ന് എനിക്കൊരു 65 വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നവർക്ക് വലിയൊരു ഉദാഹരണമാണ് കാഞ്ചന. ഇന്ന് മേഡമാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. കാഞ്ചന എന്നല്ലേ പേര്? അതെ, കാഞ്ചനപ്രഭ. കാഞ്ചനപ്രഭ. ഞാൻ ഓർത്ത് കാഞ്ചനമാല. അറിയില്ലേ, കേട്ടിട്ടില്ലേ? ഓക്കെ. കഴിഞ്ഞ ദിവസം ഒരു ഫാഷൻ റാമ്പിൽ പങ്കെടുത്തിട്ട് ഒരു വിന്നറായതിൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. ഭയങ്കര സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. 65 വയസ്സാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആൾക്കെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് കോണ്ടസ്റ്റിലാണ് പങ്കെടുത്തത്? രേഖ ദേശായി ക്യൂറേറ്റ് ചെയ്ത പീച്ച് ഇവൻറ്റ്സ് മുംബൈ സീനിയർ ഫാഷൻ പേജന്റ് ഇന്ത്യ 2026 അതിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഞാനൊരു ഫേസ്ബുക്ക് ആഡ് കണ്ടിട്ട് ഞാൻ വെറുതെ എൻ്റെ മകളോട് ചോദിക്കായിരുന്നു, ഇത് കൊള്ളാമോ, ഞാനൊന്ന് അപ്ലൈ ചെയ്തോട്ടെ. ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഒരു 5 വർഷമായി. ഞാൻ ഐ എം സിറ്റിംഗ് അറ്റ് ഹോം ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് മൈ ചിൽഡ്രൻ. കൊച്ചുമക്കളെയൊക്കെ നോക്കിയിരിക്കുക. അപ്പോൾ ഈ കുക്കിങ്ങും കുഞ്ഞുങ്ങളെ നോക്കുന്നതും വിട്ടിട്ട് എന്തെങ്കിലും ഒന്ന് പുതിയത് ചെയ്യണമെന്ന് തോന്നി, ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ മോള് പറഞ്ഞു, വൈ നോട്ട്, മമ്മിയെ ഏറ്റവും അറിയുന്ന എനിക്കല്ലേ, മമ്മിക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്കറിയാം, നമുക്കത് കൈനറ്റിക് ആക്കി മാറ്റാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ചെറിയൊരു ധൈര്യമൊക്കെ വന്നിട്ട് പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് മോള് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പുള്ളി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മോള് ഞാനും കൂടി പോയിട്ട് പുള്ളി വളരെ സീരിയസ് ആയിട്ട് വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു സീനിയർ ഫാഷൻ പേജന്റ് ഇവൻറ്റ് വരുന്നുണ്ട്, ഇവിടെങ്ങും അല്ല, മുംബൈയിലാണ്, മമ്മി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവപ്പാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ശരിയാവോ ചോദിച്ചപ്പോൾ വൈ നോട്ട്, പറ്റും. വാസ്തവത്തിൽ പുള്ളിയുടെ കോൺസെൻട്രേഷൻ മുഴുവൻ പുള്ളി എഴുതിക്കൊണ്ടിരിക്കുന്നില്ലായിരുന്നു. പുള്ളി സമ്മതിച്ചു, ഇപ്പം ഞാൻ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു, ഇപ്പം രജിസ്റ്റർ ചെയ്യാൻ ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക, പേജൊക്കെ എടുത്ത് വെച്ചിരിക്കുക, ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞു. ഇത് ലേറ്റർ ഓൺ ആണ് പുള്ളി അറിയണത്, ഇതൊരു 3 months പ്രോസസ്സാണ്, ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് പഠിക്കാനുണ്ട്, എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ഫാഷൻ പേജന്റ് ഇവന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് മുംബൈയിൽ വെച്ച് നടക്കുന്ന മത്സരമായിരുന്നു. മുംബൈയിലായിരുന്നു. അപ്പോൾ കേരള റെപ്രസെന്റ് ചെയ്ത് ഐ വാസ് ദ only one person, one and only ആയിരുന്നു ഫ്രം കേരള. അപ്പോൾ അതെ, അത് സാറ് മറ്റേ ഇത് എഴുതിക്കൊണ്ടിരുന്ന സമയമായതുകൊണ്ട് പുള്ളിയെ നോട്ടീസ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ പുള്ളി ആന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളി നോക്കുമ്പോൾ നെക്സ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്കും അവിടെ കുറേ റിഹേഴ്സൽസ് നടക്കുന്നു. ഇങ്ങനെ കാലുകളൊക്കെ ഇങ്ങനെ മാറ്റിയും തിരിച്ചൊക്കെ വെച്ച് നടക്കാൻ തുടങ്ങുന്നു. പിന്നെ പുതിയ ഡ്രസ്സസ് ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കുന്നു. മോള് ഞാനും കൂടെ തകൃതിയായിട്ട് പണിയണം. പിന്നെ എൻ്റെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഓഡിഷൻസ്, ഇതെല്ലാം ഓൺലൈനായിരുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി സംതിങ് ഡിഫറെൻറ്റ്, ഇത് എന്താ ഇത് പരിപാടി, ഒന്നും പിടികിട്ടുന്നില്ല. പുള്ളി പ്രൊഫസറായിരുന്നു, ഡീനായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്കണോമിക്സ് പ്രൊഫസർ. പുള്ളിക്ക് ഒരു പിടിയും കിട്ടിയില്ല. പക്ഷെ നമ്മൾ പിന്നെ എല്ലാം നറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണെന്ന് മനസ്സിലായി. നമ്മുടെ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വി ഷുഡ് നോട്ട് അവിടെ ഒരു കോമാളി ആകാൻ പാടില്ല, അവിടെ ഒരു ജോക്കർ ആവരുത്. അപ്പോൾ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ തുടങ്ങി. എൻ്റെ മകനും ഒക്കെ, എൻ്റെ 3 മക്കളാണ് എനിക്ക്. അപ്പോൾ ഈ പിന്നെ ബോയ്സ് ആൻഡ് ഗേൾസ് ടുഗെദർ ജോയിൻ ചെയ്ത്, ഇൻക്ലൂഡിങ് മൈ ഡോട്ടർ ഇൻ ലോ, ഗ്രാൻഡ് ചിൽഡ്രൻ, എല്ലാവരോടും ചേർന്നിട്ട് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ടീവായിട്ട് നിന്നു. സംഭവം ഐ കുഡ് മാനേജ്. ഞാൻ അങ്ങനെ പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ചാർജായിട്ടാണ് അങ്ങോട്ട് പോണത്. ഇടയിലും ഒരു തോട്ട് വന്നു, നാട്ടുകാർ കാണുമ്പോൾ എന്ത് തോന്നും എന്നൊരു തോട്ട് ഇടയിൽ, ട്രാവലിൻ്റെ ഇടയിൽ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നി. പിന്നെ ചോദിച്ചു,
അവരാരും അല്ലല്ലോ ഇതിന് വേണ്ടിയിട്ട് പിന്നെ സ്പെൻഡ് ചെയ്യുന്നതോ എൻ്റെ ഹാർഡ് വർക്കൊന്നും അവർ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ റിലേറ്റീവ്സ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സ് ആയാലും എനിക്ക് കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു അഹങ്കാരം തന്നെയാണ്. ഫ്യൂ സിൻസിയർ ഫ്രണ്ട്സ് ആൻഡ് ഫസ്റ്റ് സർക്കിളിലുള്ള നമ്മുടെ റിലേറ്റീവ്സ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു ചെറിയ ഒരു പൊടിക്കൊരു അഹങ്കാരം കൂടെ ഉണ്ട്. അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല, അതുകൊണ്ടാണ് പീപ്പിൾ റെയർലി ഗെറ്റ് ദാറ്റ് അല്ലേ. തീർച്ചയായും നമ്മളെ തൊട്ട് നമ്മൾ പറയുന്നത് നമ്മളുടെ ഏറ്റവും നമ്മൾക്കിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള കുറെ മനുഷ്യരാണ് അവര്. നമ്മളൊന്നും അറിയുന്നില്ലെങ്കിൽ കൂടി നമുക്ക് അവര് നമ്മുടെ കാര്യത്തിൽ ഓക്കെ നീ ചെയ്യുക, അല്ലെങ്കിൽ കാഞ്ചന യു ക്യാൻ ടേക്ക്, അല്ലെങ്കിൽ നിനക്ക് കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇരട്ടി കോൺഫിഡൻസ് തരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, എനിക്ക് സതി പറയുന്നൊരു ഫ്രണ്ട് ഉണ്ട്. സതി പറഞ്ഞു, നീ എനിക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്യണം, നീ ഒരിക്കലും പിന്നോക്കം ചിന്തിക്കരുത്. സതി സിന്ധുവൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി. എൻ്റെ ചേച്ചിമാർ, എൻ്റെ പിന്നെ ബ്രദറ് എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. ഈ ചാറും ചായയും ഞാൻ അങ്ങോട്ട് ചെന്നു. അവിടെ റാമീസിൽ പോയിട്ട്, റാമീസിലായിരുന്നു നമുക്ക് 4 days സ്റ്റേ. അവിടെ നമുക്ക് NAMGയുടെ ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മേക്കപ്പ് മെജീഷ്യൻ ചിരാഗ് ബൊബാട്ടിൻ്റെ ക്ലാസ് ഉണ്ട്. അതുപോലെ നമ്മളുടെ സ്റ്റൈൽ ടിപ്സ്, നമ്മുടെ ഡ്രസ്സിങ്ങിന് അതുപോലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈനർ വന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഫുൾ ഡേ ക്ലാസ്സസ് ആയിരിക്കും, യു വിൽ ബി പാക്ഡ് വിത്ത് ക്ലാസ്സസ് എന്നാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മോർണിംഗ് ആൻഡ് ഈവനിങ് സെഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ അവിടേക്ക് ഞാൻ ചെന്നു. ശരിക്കും ആ ഡോറ് തുറന്നിട്ടത് എലി മാളത്തിൽ നിന്ന് എത്തി നോക്കുന്ന പോലെ ഞാൻ അവിടേക്ക് എത്തി നോക്കിയപ്പോൾ മൈ ഗോഡ്, എൻ്റെ എല്ലാ എനർജി പോയി. ശരിക്കും പറഞ്ഞാൽ ബട്ടർ റോൾസ് അവിടെ ഇത്ര ഈ 50 കഴിഞ്ഞിട്ടുള്ള ലേഡീസ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ ബട്ടർ റോൾസാണ്. എല്ലാം ഇങ്ങനെ നിൽക്കുക, ട്യൂബിലിട്ട് ഇട്ട മാതിരി ഓരോ പെണ്ണുങ്ങൾ. ഞാനിങ്ങനെ അമ്മേ ഈ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ കയറി പോയല്ലോ എന്ന് എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടിച്ച്. ശരിക്കും ഭയങ്കര കോംപ്ലക്സ് അടിച്ച്. ഐ വാസ് ദ ഹെവിയസ്റ്റ്. 88 kg എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ വെയിറ്റ് അല്ലേ. 88 kg. പിന്നെ ടോളസ്റ്റും ഐ തിങ്ക് ഐ വാസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ ഓഫ് ദം. പിന്നെ ജെൻസും കുറേ ജെൻസും ഉണ്ട്. അവരായാലും ഒക്കെ നേരത്തെ തന്നെ കാലേകൂട്ടി ട്രെയിനിങ് ഒക്കെ എടുത്ത് വെൽ പ്ലാൻഡ് ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് 99% അവിടെ വന്നത്. എക്സെപ്റ്റ് ഫോർ മീ, ബാക്കി എല്ലാവരും പ്ലാൻഡ് വെൽ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. മീൻസ് ചിലരൊക്കെ എന്ന് വെച്ചാൽ ഒരു 2022 തൊട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത ആൾക്കാരൊക്കെയാണെന്നാണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് ആകെ ഒരു പേടി. ഓരോരുത്തരിങ്ങനെ പറഞ്ഞ് കേൾക്കുന്ന അവിടുത്തെ സംസാരം കേട്ടപ്പോഴേക്കും അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ തളരുമ്പോഴൊക്കെയും അതിൻ്റെ ക്യൂറേറ്റർ രേഖാ ദേശായി, പറയാതിരിക്കാൻ തരവില്ല, മാഡം യൂസ് ടു കം ആൻഡ് പാറ്റ് മീ അറ്റ് ദ ഷോൾഡർ ആൻഡ് സീ ഡോണ്ട് വറി മാഡം, ഡോണ്ട് വറി, യു ഡു നോട്ട് നോ ഹൗ ഹംബിൾ യു ആർ എന്നൊരു വാക്ക് ഇങ്ങനെ കേട്ടപ്പോണ്ടല്ലോ പിന്നെയും ചെറുതായിട്ട് ചാർജ് ആവാൻ തുടങ്ങി. പിന്നെ ക്യാറ്റ് വാക്ക് പഠിപ്പിക്കുന്നിടത്തായാലും ഷാഹിർ ഷായാണ് പഠിപ്പിച്ചത്. അദ്ദേഹവും അതുപോലെ തന്നെ സാർ പറയും, യു ആർ ലൈക്ക് ഓൾ ഓഫ് യു ആർ ലൈക്ക് നഴ്സറി ചിൽഡ്രൻ. ഞങ്ങൾ നിങ്ങളെ ക്യൂ ആയിട്ട് ഇങ്ങനെ നടത്തിക്കുമ്പോൾ നിങ്ങളെ കുഞ്ഞു കുട്ടികളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പ്രായം കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ വളരെ താഴെയായിരിക്കും, പക്ഷെ നിങ്ങളെ ഇങ്ങനെ ഈ അമ്മമാരെ കാണുമ്പോൾ അത്ര ഞങ്ങൾ കുഞ്ഞായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് മാഡം തെറ്റിപ്പോയാലും മാഡം ടെൻഷൻ ആവരുത്. എനിക്കിങ്ങനെ കുറച്ച് പാനിക് ആവുന്ന കൂട്ടത്തിലാണ്. അത് ഹൈഡ് ചെയ്യാനും എനിക്കറിയത്തില്ല, എക്സ്പ്ലിസിറ്റ് ആവുമ്പോൾ എനിക്ക്. അപ്പം മാഡം പാനിക്. പിന്നെ ഹിന്ദി എനിക്ക് അത്ര അറിയാം, പക്ഷെ അത് ഹിന്ദിക്കാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് നമുക്ക് മറന്നു പോകും. കാരണം അവർക്കുള്ള നന്നായിട്ട് അറിയാം. കറക്റ്റായിട്ട് കിലുക്കത്തിലെ ജഗതിയായിട്ട് കംപ്ലീറ്റ് മറന്നു. അപ്പോൾ വാട്ട് ഐ ഡിഡ് യു നോ, ഞാൻ ഇനി എൻ്റെ ഫ്ലോസ് എന്താണെന്ന് ആദ്യമേ പോയി ട്രെയിനേഴ്സിനോട് പറഞ്ഞു. ഐ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് ഹിന്ദി. വെച്ചാൽ സീറ്റേ പോയി ഘടോ, ഞാൻ ഒരു സീറ്റിൽ പോയിരുന്നു. എങ്ങനെയുണ്ട് എന്നിട്ട് ആ പടി നിൽക്കാനാ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ഒരു സീറ്റിൽ പോയത്, യോ മാഡം കണ്ടസ്റ്റന്റ് നമ്പർ 13 പ്ലീസ് കം ബാക്ക് എന്ന് വിളിക്കുന്നു. പിന്നെ അങ്ങനെ അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ 1 by 1 ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് മാഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? സൗത്ത് നിറയെ കണ്ടസ്റ്റൻസ് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, ബട്ട് ഐ വാസ് ദ വൺ
വാസ് ബീൻ സെലക്റ്റഡ്. ദാറ്റ്സ് ദ തിങ്. അങ്ങനെ പറഞ്ഞു. വാട്ട് ഇസ് ദ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് ഐ സ്റ്റിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ കെയിം ഔട്ട് ടു ദാറ്റ് ലെവൽ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ മറ്റേ വാക്ക് നടത്തി എന്ന് പറഞ്ഞില്ലേ, കാറ്റ് വാക്ക്. ഇപ്പം നമുക്ക് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ 65 വയസ്സാകുമ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ 30കളിൽ നിൽക്കുന്ന ഞങ്ങൾ പറയുന്നത് എണീക്കുമ്പോഴേ നടുവിന് വേദനയാ. ഞാൻ ഇരിക്കാനും നിൽക്കുന്നതിന് മുന്നേ ഇങ്ങനെ അയ്യോ മോഹം എണീക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ വേദന ഓർത്തിട്ട് ഇങ്ങനെ അയ്യോന്ന് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പിടിക്കുന്ന ടീംസാ. അപ്പൊ ഈ സമയത്ത് എങ്ങനെയാ അത് മാനേജ് ചെയ്ത് ആരോഗ്യം വെച്ചിട്ട് ഈ കാറ്റ് വാക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്ട്രെസ് ഇവിടെയാണല്ലോ കൊടുക്കുന്നത്. ഫാദർ ആദ്യം തന്നെ പറയും ഞങ്ങൾ 6 ഗേൾസ് ആൻഡ് 2 ബോയ്സ് ആണ്. ഈ 6 ഗേൾസും ഏതാണ്ട് ഒരേ ഹൈറ്റ് വെയിറ്റ് ആണ്. അപ്പം എൻ്റെ ഫാദർ പറയും നിവർന്ന് തന്നെ നടക്കണം, ഹൈറ്റ് ഇച്ചിരി കൂടിപ്പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾ കുനിഞ്ഞിട്ട് നടക്കരുത്. ചില ആൾക്കാർ ഹൈറ്റ് മറക്കാൻ ഇങ്ങനെ അങ്ങനെ ഫാദർ അനുവദിക്കത്തില്ല. മദർ പറയും കുറച്ച് തലകുനിച്ച് നടക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ, നിങ്ങളൊക്കെ ഒത്തിരി ഒന്ന് തലകുനിച്ച് നടക്കണം. ഫാദർ സമ്മതിക്കത്തില്ല. പോസ്റ്റർ കറക്റ്റ് ആയിരിക്കണം. ആയുർവേദ ഫിസിഷ്യൻ ആയിരുന്നു ഫാദർ. ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നത് ഫാമിലിയിൽ നിന്ന് തന്നെ വരണമല്ലോ. ഫാമിലിയിൽ നിന്ന് ഫസ്റ്റിൽ വരണം. തീർച്ചയായും അതിൽ ആ ഒരു കാര്യത്തിൽ എൻ്റെ ഫാദറിൻ്റെ റോൾ എന്ന് പറയുന്നത് അങ്ങേറ്റം ഭയങ്കര ഞങ്ങൾക്ക് പിന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇതൊക്കെ അങ്ങേറ്റം തന്നൊരു വ്യക്തിയാണ്. കഴിക്കാനായിട്ട് ഡിന്നർ കഴിക്കാനാണ് ഞങ്ങൾ ഒന്നിച്ചു വരിക. അല്ല അടുത്ത സമയം ഫാദർ കുറച്ച് ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു ടേബിളിൻ്റെ ചുറ്റിലും എല്ലാവരും ഞെരുങ്ങിയിട്ടാണെങ്കിലും ഇരിക്കണമെന്നുള്ളത് ഫാദറിന് നിർബന്ധമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിനിടയിൽ സംസാരിക്കരുതെന്ന് പറയും. പക്ഷെ ഞങ്ങൾ ഐ തിങ്ക് യൂഷ്വലി ഞങ്ങളൊരു 2 hours ഒക്കെ ഡൈനിങ് ടേബിൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഉണങ്ങിയ കൈയും പിടിച്ചിരുന്ന് പപ്പയുടെ സംസാരം കേട്ട് ഇങ്ങനെ ഇരിക്കും. അവിടെയാണ് ഒരു സദ്യ ഉണ്ണണത് തൊട്ട് നമ്മുടെ എങ്ങനെയാ മുതിർന്നവരോട് പെരുമാറുക, പിന്നെ എന്തുവാ നമ്മുടെ ഇരിക്കുമ്പോൾ ഉള്ള പോസ്ചർ, ബാക്ക് പെയിൻ വരുന്നതിൻ്റെ മെയിൻ റീസൺ ഈ പോസ്ചറാണ്. ഇതൊക്കെ പറഞ്ഞു തന്നത്. ഞങ്ങളുടെയൊക്കെ ട്രിവാൻഡ്രം സദ്യ വളരെ ഫേമസ് ആണ്. ഞങ്ങൾ ഇങ്ങനെ ആ കഴിക്കുന്നതിന് ഭയങ്കര ഓർഡറുണ്ട്. എനിക്കറിയാം സദ്യയിൽ ഒരെണ്ണം മാറിയാൽ തന്നെ ഭയങ്കര പ്രശ്നം, ഇറിറ്റേഷൻ. എൻ്റെ ഫാദറിനൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. അതാ ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി കിച്ചടി തോരൻ അവിയൽ, ഇതൊരു ഓർഡറാണ്. അടുത്ത റോയിൽ പിന്നെ വേറെ എന്തൊക്കെ കറി എങ്ങനെ വിളമ്പിയാലും കുഴപ്പമില്ല. പക്ഷെ ഫസ്റ്റ് റോ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഒഴിക്കുന്ന കറികളായാലും ഒഴിച്ച് കറികളായാലും ഈ പരിപ്പ്, സാമ്പാർ കഴിഞ്ഞാൽ പിന്നെ 3 പായസം, പിന്നെ പുളിശ്ശേരി, രസം, മോര്, ഇങ്ങനെ ആ ഓർഡർ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഫാദർ അത് അടക്കം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു വേദിയിൽ വരുമ്പം എൻ്റെ ഫാദറിനെ മറന്നിട്ടൊരു കാര്യമില്ല. അമ്മ അത്രയ്ക്കും എന്താണ് കൂൾ ആൻഡ് സട്ടിൽ. എന്തൊരു പ്രശ്നം വരുമ്പോഴും അമ്മ പാനിക്കാവുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തൊരു പ്രശ്നം 6 പെൺമക്കളുള്ള അമ്മ എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം ടെൻഷൻ ആൻഡ് പെയിൻ. 2 ബോയ്സും ഉണ്ട്. അതും എൻ്റെ മൂത്ത ബ്രദർ ഭയങ്കര കില്ലാടിയായിരുന്നു. ഭയങ്കര പെട്ടെന്ന് കോപം വരുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അതുപോലെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയൊക്കെ ഈ ബ്രാക്കറ്റ് ഇട്ട പോലെ അങ്ങേയറ്റവും ഇങ്ങേറ്റവും ബോയ്സ് ആയപ്പോൾ അവരിങ്ങനെ ബ്രാക്കറ്റ് ഇട്ട പോലെയാണ് ഞങ്ങളെ. ഒരു ബ്രാക്കറ്റിനകത്ത് ഈ 6 പെണ്ണുങ്ങളെയും കൊണ്ടു നടന്നു എന്ന് വേണം പറയാനായിട്ട്. ഈ 2 ബ്രദേഴ്സ് 2 എക്സ്ട്രീമാണ്. ഒരാൾ അങ്ങേറ്റം ദേഷ്യം വരുന്ന, ഒരാൾ അതുപോലെ സ്നേഹവുമാണ്. നമ്മളിപ്പോൾ പറ്റിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും പുള്ളി കട്ടക്കെന്ന് അത് പിടിക്കും. പക്ഷെ പുള്ളിക്ക് അവിടെ ഇവിടെയൊക്കെ ആൾക്കാരാണ്. ചെറിയൊരു ഒരു പൊളിറ്റീഷ്യനായിരുന്നു. ചെറിയ എന്താണ് ഈ ദേഷ്യം കൂടുതലുള്ള അതുകൊണ്ട് തന്നെ പലരും ഉപയോഗിക്കുമായിരുന്നു അടി കൊടുക്കാനൊക്കെ. ഒരു 2 പൊട്ടിക്കണം, രത്നാരനെ വിളിച്ചാൽ മതി എന്ന് പറയും. അത് ഫാമിലിയിലായാലും പലരും രത്നാരനെ കൊണ്ട് അടി കൊടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇളയാൾ അങ്ങനെയല്ല. അയാൾക്ക് ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു എഡ്യൂക്കേഷനിലും. അത് കയറി വരണം, നല്ലൊരു പൊസിഷനിലേക്ക് വരണം എന്നൊക്കെ ഇളയാൾക്ക് അങ്ങനെയുണ്ട്. മൂത്ത ആൾക്ക് അങ്ങനെയല്ല. ഇപ്പോൾ സിസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ പറ്റിച്ചിട്ടൊരു സിനിമയ്ക്ക് ഞാനും ചേച്ചിയും കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും ചിരിക്കുന്നുണ്ടാവും. ചിരി കണ്ടറിയാം അടി ഉറപ്പാന്ന്. വരുമ്പോഴതിനെ ചിരിക്കും. അടി ഉറപ്പാന്ന് നോക്കിയാൽ കൈ പുറകെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയാം ഒരു കെയിൻ അവിടെ ഉണ്ടാവും, ആ കൈയുടെ പുറകിലുണ്ടാവും. അപ്പം റെഡി ആയിക്കൊണ്ടാൽ മതി, കൈ കാട്ടിയാൽ മതി. ഇവിടെ അറിഞ്ഞു കാണും. അത്രയ്ക്ക് സ്നേഹം. അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കണം കുറേ കഴിയുമ്പം എന്തെങ്കിലും പലഹാരം വരുന്നു. അങ്ങനത്തെ ബ്രദേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളുടെ അങ്ങനത്തെ ഒരു ജോളി ഫാമിലിയാണ് ഞങ്ങളുടെ. എൻ്റെ സിസ്റ്റേഴ്സ് ആയാലും അതുപോലെ തന്നെ മക്കളെ പോലെ നോക്കുന്ന മുതിർന്ന ചേച്ചിമാരും
പിന്നെ അമ്മൂമ്മമാരും ഒക്കെ ആയിട്ടുള്ളൊരു ലൈഫ്. അതിനകത്തൊന്ന് പെട്ടെന്ന് 21 years ആയപ്പം ഐ എം ഗെറ്റിംഗ് മച്ച് എലാബറേറ്റ് എന്ന് എനിക്കറിയില്ല. whatever. I can't forget all these people. When I achieve something, I go back to my younger years and I cannot forget them. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് തന്നെ ബാങ്കിൽ ജോലിയായി. ഡിഗ്രി 6 months പിന്നെ കഴിഞ്ഞിട്ട് തന്നാലും മതി എന്ന് പിന്നെ അവർ പറയണമെങ്കിൽ നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, നീ അവിടെ പോയി എന്തോ നിൻ്റെ നാക്ക് പുറത്തേക്ക് എടുത്ത് കാണുന്നതാണ് എൻ്റെ വീട്ടുകാർ പറയുന്നത്. വാട്ട് എവർ, ജോലി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് എക്സാം എഴുതി. പിന്നെ ഡിഗ്രി 6 monthsനകത്ത് കൊടുത്താൽ മതി, സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ബാങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറാണ്. എൻ്റെ അന്നമ്മയാണ് എനിക്ക് അന്നം നൽകിയ ആളായതുകൊണ്ട് SBT ഞാൻ പിന്നെ SBTയിൽ ഏറെക്കാലം വർക്ക് ചെയ്തു. അവിടെ എനിക്ക് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. ദേ ഓൾ ഹെൽപ്പ് മീ ടു അഗെയിൻ ആൻഡ് അഗെയിൻ വട്ട് യു സേ, ഇഫ് റോ ആയിട്ട് നമുക്കൊരു ഡയമണ്ട് കിട്ടും. റോ ആയിട്ടിരിക്കുമ്പം അതിനകത്തൊരു പ്രത്യേകിച്ച് ലസ്റ്ററൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഐ ഹാവ് കം അക്രോസ് വിത്ത് സോ മെനി പീപ്പിൾ ഹു ഹെൽപ്പ് മീ. എന്ന് വെച്ചാൽ ഓരോരുത്തരും നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോഴും കറക്റ്റ് ആവാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോരുത്തർ പറയുന്നതിന് ഇങ്ങനെ കറക്റ്റായി അവസാനം ഒരു ഡയമണ്ട് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു സെൽഫ് പോസ്റ്റിംഗ് എന്ന് വിചാരിക്കരുത്. ക്യാരക്ടറിന്റെ ഞാൻ പറയും. തീർച്ചയായും നമുക്കത്, ഞാൻ പറഞ്ഞേക്കാം, നമ്മളെ കുറിച്ച് നമ്മളല്ലാതെ വേറൊരാളൊന്നും വന്ന് പറയാനില്ല. ഇപ്പൊ നമുക്ക് കാണാൻ അത് കേൾക്കുന്നവർക്ക് എന്തോ ആയിക്കൊള്ളട്ടെ. നമ്മൾ ഈ ലൈഫിൽ ഇപ്പൊ 65 വയസ്സിൽ ഇത്രയും അച്ചീവ് ചെയ്ത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായിട്ട് കഴിഞ്ഞു, അവിടെ കൊണ്ട് വേണം നിൽക്കാൻ. നമ്മൾ പറയാറുണ്ട് ഈ ടീച്ചേഴ്സ്, ബാങ്കിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെ വെച്ചാൽ അവർ അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് വീട്ടിലും കാണിക്കുന്നത്. എല്ലാം മറ്റേ ഇറിറ്റേറ്റഡ്, അവരവരുടെ ഓഫീസിലെ ജോലി സ്ഥലത്തെ ഭാരം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടിടും. അത് എല്ലാവർക്കും ഒരു ഒട്ടുമിക്ക ഫാമിലികളിലും സംഭവിക്കുന്ന കാര്യമാണ്. ഇൻക്ലൂഡഡ് മൈ ഫാമിലി ഓൾസോ അങ്ങനെ സഫർ ചെയ്യുന്നുണ്ട്. അവരുടെ വിചാരം അവർ വീട്ടിലിരിക്കുമ്പോൾ അവർ മറ്റേ ബാങ്കിലാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. എല്ലാം കുറച്ച് സംസാരമല്ലേ ഉള്ളൂ, മൊത്തം ട്രാൻസാക്ഷൻസ് ആണല്ലോ അതൊക്കെ. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പറയണം. അവിടെയാണ് ആ ബൂസ്റ്റിങ്ങിൽ മാത്രമേ ഡയമണ്ട് ആയിട്ട് ഷോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും എന്നെ ഇപ്പം പെട്ടെന്ന് ആദ്യമൊക്കെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോൾ കറക്റ്റ് സെൻസിലായിരിക്കില്ല ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിനൊക്കെ എനിക്ക് ഭയങ്കര കറക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ എൻ്റെ അപ്പിയറൻസ് വൈസ് ഈ താടക, പൂതന, ഇടുമ്പി ഈ കാറ്റഗറി അപ്പിയറൻസും കൂടെ ആയപ്പോൾ ചിലപ്പം വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ചിലപ്പം ആദ്യം ഒരു ഭയം തോന്നും. അത് കഴിഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും കംപ്ലീറ്റ് മാറും കേട്ടോ. മാറി ലെവലായി വരും. പിന്നെ എൻ്റെ പ്രധാന പണി അവിടെ ഇരിക്കുമ്പോഴായാലും, ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഡ്രാമ കോമ്പറ്റീഷൻ ഒരേ ഒരു ഡ്രാമ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കോളേജ് ഒരു യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ വരാനൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആക്ട്രസ് ഉണ്ട്, ഒരു ഒബ്സർവർ ഉണ്ട്. നോട്ട് ഐ ഷുഡ് സേ, ഒരു ഒബ്സർവർ ഉണ്ട് എൻ്റെ ഉള്ളിൽ. അപ്പം ഹൂവർ കംസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഐ യൂസ് ടു ഒബ്സർവ് ദം വെൽ. മീൻസ് എനിക്ക് എൻ്റെ കോൺസെൻട്രേഷൻ അതിലേക്കൊക്കെ അങ്ങ് പോകും. ദർ മാനറിസംസ്, ചിലപ്പോൾ ചില ജപ്റ്റിംഗ് ഉള്ള മനുഷ്യർ, ചില ഓരോ മനുഷ്യനെന്ന് പറയുമ്പോഴത്തേക്ക് അവരെ കുറിച്ച് പറയുമ്പോൾ അറിയാതെ അവരെ പറ്റി അവരുടെ ആക്ഷൻ എനിക്ക് അങ്ങ് വന്നു പോകും. ഇത് വൈകിട്ട് വന്നിട്ട് കുട്ടികളോട് പറയുക എന്നുള്ളതാണ് വേറൊരു എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അത് എനിക്കിത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷം. അത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവൻച്വലി വെൻ ദേ മീറ്റ് ദാറ്റ് പേഴ്സൺ, മമ്മ ഇതല്ലേ, മമ്മ പറഞ്ഞ ആ കുട്ടി ഇതല്ലേ, ഇതല്ലേ, അവർക്ക് പറയാതെ തന്നെ മനസ്സിലാവും. അങ്ങനെയായിരുന്നു. അതങ്ങനെ എൻ്റെ ബാങ്കിങ് ലൈഫ് അങ്ങനെ പോയി. ഏറ്റവും ഓടി വന്നിട്ട് അപ്പം ആണെങ്കിലും എൻ്റെ ദ സോ കോൾഡ് പാഷൻ അല്ലെങ്കിൽ മൈ ടാലൻറ്റ് ഈസ് ബീൻ ഹിഡൻ സംവെയർ. ബാങ്കിലൊന്നും പറ്റത്തില്ല നമുക്ക്, കാരണം അത് ഇറ്റ്സ് എ വെരി സീരിയസ് ജോബ് ദെയർ. മറ്റുള്ളവരുടെ കാശ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ സേവിങ്സിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പം അത്ര അറ്റ്മോസ്റ്റ് കെയർ നമ്മളവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ആൻഡ് ഫോക്കസ് ഫുള്ളി നമുക്ക് ബാങ്കിൽ തന്നെ ഇരിക്കണം. ആ ബാങ്ക് നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട്, അപ്പം നമ്മൾ അത്രയും സിൻസിയറായിട്ട് നമ്മൾ ബാങ്കിനോട് സിൻസിയറായിട്ട് നിൽക്കും. പക്ഷേ അപ്പോഴും അവിടെ നമ്മുടെ പാഷൻ ഈസ് ബീൻ
കോർണേഡ് ഓർ ബീൻ ഹിഡൻ സംവെയർ, നമ്മളതിനെ എവിടെയോ മൂടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഒൺലി ഒഫീഷ്യലായിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഈവൻ ടു അവർ ഫ്രണ്ട്സ് ആയാലും വി ഗെറ്റ് ലിറ്റിൽ ടൈം, ലിറ്റിൽ ടൈം, വളരെ കുറച്ച് സമയം. ചോറുണ്ടോ, ഇന്ന് എന്താ ഉള്ള കറി, അത് മാത്രം നിന്നിട്ട് കഴിച്ചിട്ടുണ്ട്. മിക്കവാറും 3 o'clock ശേഷമായിരിക്കും നമ്മൾ കഴിക്കുന്നത്. വാഷ്റൂം പോകാൻ പോലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകാതെ പോലും നമ്മളിരുന്ന് വർക്ക് ചെയ്യും. ചിലപ്പം ഈ സാലറി പെൻഷൻ എന്നൊക്കെ വരുമ്പോൾ ഗവൺമെൻറ് വർക്ക് കുറേ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിലൊക്കെ ഫുള്ളായിട്ട് ഇപ്പോഴല്ലേ ട്രഷറിയിലേക്ക് അത് പോകുന്നത്. അപ്പം അതുപോലും മറന്ന് നമ്മളിരുന്നിട്ട് വർക്ക് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഒടുവിൽ റിട്ടയർ ചെയ്യാൻ 2 വർഷമുള്ളപ്പം ഞങ്ങളുടെ ലേണിംഗ് സെൻറ്ററിലേക്ക് വന്നു. അപ്പോഴേക്കും SBT എന്നുള്ളത് SBIയിലേക്ക് മാറിക്കഴിഞ്ഞു. ലേണിംഗ് സെൻറ്ററിലേക്ക് വന്നു. ദെയർ ഐ ഗോട്ട് ബെറ്റർ ട്രെയിനിങ് ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത്. അത് ബാങ്കിങ് വിട്ടിട്ട് കസ്റ്റമേഴ്സിനെ വിട്ടിട്ട് കെൻ സിറ്റ് സംവെയർ ആൻഡ് വർക്ക് എന്നുള്ളൊരു അവസ്ഥയായി. ഞങ്ങളുടെ AGM ആയാലും വെനെവർ, അപ്പോൾ ഞാൻ അവിടെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു, SBILD ട്രിവാൻഡ്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. ആ സമയത്ത് യങ്സ്റ്റേഴ്സ് അവിടെ ലേണിങ്ങിന് വരും, പുതിയ ബാച്ചുകൾ വരും, ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് ക്ലാസ്സസ് വരും. അപ്പോഴൊക്കെ ഞങ്ങളുടെ AGM എനിക്കൊരു സ്പേസ് തരും അവിടെ. ആസ് ഹോസ്റ്റലുമൊക്കെ എൻ്റെ ഇതിലാണ് വരുന്നത്. പിള്ളേരുടെ കെയറുമൊക്കെ ഫുഡ് എല്ലാം നമ്മളുടെ ഇതിൽ വരുന്നു. അപ്പോൾ എനിക്ക് ഹി യൂസ് ടു ഗിവ് മീ ചാൻസ് ടു സ്പീക്ക്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ആ പൊടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന കഴിവ് മുഴുവൻ ഞാൻ പുറത്തെടുത്ത് ഐ ഗോട്ട് ഈവൻ ടു സിങ് ഓൾസോ. അവിടെ വെച്ചിട്ട് ഞാനത് വീണ്ടും സ്റ്റേജിൽ കയറിയിട്ട് കുട്ടികൾക്ക് വെൽക്കം പറയാനും, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രോഗ്രാംസ്, അവരുടെ 1 മാസത്തിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടാവും, കൾച്ചറൽ പ്രോഗ്രാം ഇവൻറ്റുകൾ കാണും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും 4 വാക്ക് പറയാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടി. അങ്ങനെ ആ ചാൻസൊക്കെ കിട്ടിയ പിന്നെയും അത് പെട്ടെന്ന് തീർന്നു പോയി. 2 years ഷോർട്ട് പീരിയഡ് ആൻഡ് അത് തീർന്നു പോയി പെട്ടെന്ന്. പിന്നെ വീട്ടിലിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഒരു കൊച്ചുമോളെ കൂടെ കിട്ടി. 2 കൊച്ചുമോനും ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത ഗ്രാൻഡ് സണ്ണിന് 16 years ആയി. പിന്നെ ഒരു 9 and പിന്നെ ഒരു കുഞ്ഞു മാവയും കൂടി വീട്ടിൽ വന്നു, എൻ്റെ മകൻ്റെ കുട്ടി. അപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. അപ്പോൾ 4 years വരെ എങ്ങും പോരുതെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. കുഞ്ഞിനെ മക്കളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, കുഞ്ഞിനെ വളർത്തുന്നതിൽ. ഇപ്പം ഞാൻ അവൾക്കിപ്പോൾ 4 years ആയി. ഞാൻ അവളുടെ ബർത്ത്ഡേ ആഘോഷിച്ച് നെക്സ്റ്റ് വീക്ക് ഐ ട്രാവൽ ടു മുംബൈ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ ഒടുവിൽ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്, എനിക്ക് സാൻഡൽസ്, എൻ്റെ സൈസിന് സാൻഡൽസ് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഞാൻ ബാറ്റാക്കാരോടും കരോണക്കാരോടൊക്കെ പോയി കെഞ്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. സാൻഡൽസ് കിട്ടത്തില്ല. ഓപ്പൺ ഷൂ ഒക്കെ കിട്ടും. ജെൻസിൻ്റെ ഷൂ ആണ്. ഇപ്പം ഇതിപ്പം മൊച്ചിയുടെ ജെൻസിൻ്റെ ഷൂ ആണ്. ബോത്ത് മെൻ ആൻഡ് വിമൻ യൂസ് ചെയ്യാൻ പോലെയുള്ള ഷൂസ്. എനിക്ക് അവിടെ സാൻഡൽ കിട്ടിയില്ല. അപ്പോൾ ഇതിനോട് മെയിനായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, കാറ്റ് വാക്കിന് നമ്മൾ ആ സാൻഡൽ ഇടണം, ഹീലുള്ള സാൻഡൽ തന്നെ ഇടണം. ഫോർ മീ ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഷൂസ് ഇട്ട് നടക്കുന്നത് പോലെ എനിക്ക് മറ്റൊരു സാൻഡലും എനിക്ക് കംഫർട്ടബിൾ ആവുന്നില്ല. ഇതിട്ടേ പറ്റുമെന്ന് പറഞ്ഞപ്പം ഹീലില്ലാത്ത ഒരു സാൻഡൽ മേടിച്ചു. 2 എണ്ണം. ആ ഡ്രസ്സിനനുസരിച്ചിട്ട് അവർ പറയുന്നൊരു ഇതുണ്ട്, കാരണം കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതും ഒക്കെ ഉണ്ട്. അപ്പം പോയി ചെയ്തു. അപ്പോൾ ഫോർ മീ ഇറ്റ് വാസ് വെരി ട്രബിൾസം. അങ്ങനെയൊക്കെ സമ്മതിക്കുമോ? ഇപ്പം ലൈക്ക് കാറ്റ് വാക്കിന് ആക്ച്വലി ദേ ഡിഡ്ന്റ് അലൗ മീ. ഞാൻ പിന്നെ കാല് പിടിച്ച്, ഞാൻ എൻ്റെ തനി സ്വരൂപം ഇറക്കി, എന്ത് കാല് പിടിച്ചു അല്ലേ? അതെ, ആദ്യമൊക്കെ നോ സർ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് സർ, സീ മൈ ലെഗ്, സീ ഇറ്റ്സ് 42 size എന്നൊക്കെ പറഞ്ഞു നോക്കിയപ്പോൾ സമ്മതിക്കുന്നില്ല. അവസരം നമ്മുടെ ആ ഇത് ജഗതി ചേട്ടൻ്റെ പോലെ, ജഗതി ചേട്ടൻ എൻ്റെ നാട്ടുകാരനാണല്ലോ, പുള്ളി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. പുള്ളിയുടെ രസത്തിൻ്റെ കൂടെ 2 രസവും കൂടെ ചേർത്തിട്ട് ഞാൻ കാല് പിടിച്ച്, ഞാൻ ഇതിട്ടൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ കയറിക്കോ, പക്ഷെ അവർ നോട്ടീസ് ചെയ്യും. അവർ കുറച്ചൊരു ഇത് ക്ലോസപ്പ് വരും, അവർ ജഡ്ജസ് കാണും അത്. അപ്പോൾ അതിനകത്ത് കാറ്റ് വാക്കിന്
കുറയും മാഡം എന്ന് പറഞ്ഞു. എനിക്ക് ഈ ഇതെന്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാതെ എനിക്ക് അത്ര സന്തോഷം. എനിക്ക് ഐ വാസ് സോ ഹാപ്പി ടു വാക്ക് ലൈക്ക് ദാറ്റ്. നല്ല ഒരു സാരി ഉടുത്തിട്ട് നല്ല ഫുൾ മേക്കപ്പ്, അതും മേക്കപ്പ് മെജീഷ്യൻ എന്ന് പറയുന്ന ചിരാഗ് ബൊമ്പാട്ടിൻ്റെ മേക്കപ്പും ഇട്ട് നല്ല ഡ്രസ്സിട്ട് മിനുങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ആ സ്പോട്ട് ലൈറ്റിൽ ഇങ്ങോട്ട് വരിക. ഇറ്റ് വാസ് സോ ലൈക്ക് ഐ എം വാക്കിംഗ് ടു ഹെവൻ. ഭയങ്കര ഹാപ്പി. ഒരു സമ്മാനത്തെ കഴിഞ്ഞ് ഏറെ വാല്യൂ ഉള്ളതാണ്. ഈ 65 വയസ്സിൽ അങ്ങനെ വരിക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഒരു ഗൗൺ. ഈ ഏജിൽ ഞാൻ എവിടെയെങ്കിലും ഗൗൺ ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ അവർ പറഞ്ഞ സ്ലിപ്റ്റ് ഗൗൺസ് ഇടുന്നതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. മോസ്റ്റ് ഓഫ് ദ ലേഡീസ് വെയർ ലൈക്ക് ദാറ്റ്. സ്ലിപ്റ്റഡ് ഗൗണാണ് ഇട്ടത്. പക്ഷെ എൻ്റെ ഈ പിന്നെ വെയ്റ്റിന് അത് ഭയങ്കര awkward-ആയിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു നല്ല ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു ഗൗൺ, ബ്ലാക്ക് ഗൗൺ ഇട്ടു. അതെനിക്ക് സന്തോഷമായി. പിന്നെ എനിക്ക് ഈ സാഷ ഇങ്ങനെ ഇട്ട് തരുന്ന സമയത്തൊക്കെ എനിക്ക് കാലുകളുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല, അത്ര ഹാപ്പി ആയിരുന്നു. എനിക്ക് ആ ഒരു ഹാപ്പി മൊമെൻ്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാട്ട് ഐ പിന്നെ എക്സ്പെക്റ്റഡും അത് തന്നെയാണ്. ആ സന്തോഷമായിട്ട് പോയി വരിക എന്നുള്ളത്. മിസ് കൺജീനിയാലിറ്റി കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. പിന്നെ എന്തുവാ, ഈ സാൻഡലും കൂടെ കുറച്ച് കറക്റ്റായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട്. അത്രേ ഉള്ളൂ.